എറണാകുളം മരോട്ടിച്ചൂടിൽ പോലീസിന് നേരെയുണ്ടായ അതിക്രമത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. ആക്രമണത്തിൽ തൃക്കാക്കര ഈസ്റ്റ് ട്രാഫിക് പോലീസ് ഇൻസ്പെക്ടർ ഉദയകുമാറിന് പരിക്കേറ്റിട്ടുണ്ട്. കൊന്നിട്ടേ ഞങ്ങള് പോവുള്ളൂ. ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയില്ലേ? വണ്ടി വന്ന് വീഡിയോ എടുക്ക്. അവരെ വണ്ടി വന്നു, അതാണ് ഫോൺ. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി ചേർന്നു. പ്രദീപ് ജോസഫ്, ഇത് സമൂഹ മാധ്യമത്തിലടക്കം ഈ ദൃശ്യങ്ങൾ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. പോലീസിനെ വല്ലാതെ ക്ലാസ് എടുക്കുകയോ ഉപദേശിക്കുകയോ ഒക്കെ ചെയ്യുന്നതുമൊക്കെ ഇതിന്റെ ഭാഗമായി ഉണ്ടെന്ന് തോന്നുന്നു. എന്താണ് ഉണ്ടായത്? വിവരങ്ങൾ എന്ത്? അതേ മോത്തി, ഒരു പ്രതിയെ പിടികൂടാൻ ഇറങ്ങിയാൽ അല്ലെങ്കിൽ ക്രമസമാധാന പാലനത്തിന് വേണ്ടി പോലീസ് രംഗത്തിറങ്ങിയാൽ അവരെ കയ്യേറ്റം ചെയ്യുക, അവരെ മര്യാദ പഠിപ്പിക്കുക എന്നുള്ളത് പലയിടങ്ങളിലും ഒരു ഫാഷനായി മാറിയിരിക്കുന്നു. ചില കേന്ദ്രങ്ങളിൽ നിന്നെങ്കിലും ഇതിന് ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ പിന്തുണ കിട്ടുന്നുമുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ പല സംഭവവികാസങ്ങളും തെളിയിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ കഴിഞ്ഞ മാസം 30-ാം തീയതി, അതായത് 4 ദിവസം മുൻപ് അർദ്ധരാത്രി 12 മണിയിൽ എറണാകുളം ഇടപ്പള്ളിക്കടുത്ത് മരോട്ടിച്ചൂട്ടിലുണ്ടായ സംഭവമാണ്. ഇതിൻ്റെ വാർത്തയൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു, കുറച്ച് ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. എന്നാൽ പോലീസിനെ ആക്രമിക്കുന്ന മറ്റുമായ കൂടുതൽ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് ഈ പ്രതികൾ തന്നെ അവരുടെ ഫോണിൽ പകർത്തിയ ദൃശ്യങ്ങളാണ്. ആ ഫോണിൽ നിന്ന് പോലീസ് എടുത്ത ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മെയ് 1st അവന്യൂ റോഡിൽ ബിസ്മി ഗാർഡൻസിൽ അടിപിടി നടക്കുന്നു എന്നുള്ള വിവരം പറഞ്ഞാണ് കഴിഞ്ഞ ദിവസം, അതായത് 30-ാം തീയതി രാത്രി 12 മണിയോടുകൂടി CRV കൺട്രോൾ റൂം വെഹിക്കിൾ ടീം അവിടെ എത്തിയത്. അവരെത്തിയപ്പോൾ അവരെ വാഹനം തടയാനും പോലീസിനെ വഴിതിരിച്ചുവിടാനും ഒക്കെ ശ്രമം നടന്നു. ഇതിന് പിന്നാലെ തൃക്കാക്കര സ്റ്റേഷനിൽ നിന്ന് SIയുടെ നേതൃത്വത്തിൽ കൂടുതൽ പോലീസ് എത്തി ഈ അടിപിടി ഉണ്ടാക്കിയ പ്രതികളെ പിടികൂടാൻ ശ്രമിച്ചു. ഇതിനിടെ SIയെ കഴുത്തിൽ കുത്തിപ്പിടിക്കുകയും അദ്ദേഹത്തിന്റെ കൈവിരൽ വളച്ച് തിരിക്കുകയും ഒക്കെ ചെയ്തു. ഈ ഒരു ബഹളത്തിന് ഇടയിലാണ് നൈറ്റ് പട്രോളിംഗ് ടീമിലുള്ള ഇൻസ്പെക്ടർ ഉൾപ്പെടെ സ്ഥലത്തെത്തിയത്. അവരുടെയും വാഹനം തടഞ്ഞു. കൂടാതെ ഈ ട്യൂബ് ലൈറ്റിന്റെ, തെരുവ് വിളക്കിന്റെ കാലുകളും മറ്റും ഊരി ഈ പോലീസ് സംഘത്തെ ആക്രമിക്കുകയായിരുന്നു പ്രതികൾ. ഇങ്ങനെയുള്ള അക്രമത്തിനിടെയാണ് ഈ നൈറ്റ് പട്രോളിംഗ് ടീമിലെ ഇൻസ്പെക്ടറുടെ കൈവിരലിന് പൊട്ടലുണ്ടായത്. അതായത് സ്വാഭാവികമായും വധശ്രമത്തിനാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കേസെടുക്കുക. മാത്രമല്ല കല്ലും കുപ്പിയും ഈ ചെറിയ തടിക്കഷ്ണങ്ങളും ഒക്കെ വലിച്ചെറിഞ്ഞ് പോലീസ് സംഘത്തെ ആക്രമിക്കാൻ ശ്രമിച്ചു. ഈ അക്രമ ശ്രമങ്ങൾക്കിടെ പോലീസ് വാഹനത്തിന് കേടുപാട് പറ്റിയിട്ടുണ്ട്. ഏതാണ്ട് 2500 രൂപയുടെ നഷ്ടമാണ് പോലീസ് വാഹനത്തിന് കണക്കാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതികൾക്കെതിരെ പൊതുമുതൽ നശിപ്പിച്ചതിന് ഉൾപ്പെടെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്തായിരുന്നാലും ഈ 5 അംഗ സംഘമാണ് ആക്രമണം നടത്തിയത്. ഈ 5 അംഗ സംഘത്തിനെതിരെ പോലീസിനെ ആക്രമിച്ചതിന് ഉൾപ്പെടെ കേസെടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ അർദ്ധരാത്രിയിൽ അപ്രതീക്ഷിതമായി തടിയും കല്ലും വടിയും ഒക്കെ വലിച്ചെറിഞ്ഞാണ് പോലീസിന് നേർക്ക് ആക്രമണം ഉണ്ടായത്. എന്തായിരുന്നാലും ഭാഗ്യം കൊണ്ട് മാത്രമാണ് വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് പോലീസ് പറയുന്നു. പ്രതികളെ പോലീസ് പിടികൂടിയിട്ടുണ്ട്.